സോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ FF കമ്മ്യൂണിറ്റി, അത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ കേരള കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാ യൂട്യൂബേഴ്സും ഹേക്കേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഗൈസ്. അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കണ്ടേക്കുക. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ആരാണ് ഹേക്കർ ആരാണ് ഹേക്കർ അല്ലാത്തതെന്നൊക്കെ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. എല്ലാ ഫേമസ് യൂട്യൂബേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഓളോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ അതിനൊട്ടും പറഞ്ഞ് ലാഗ് എടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് വേറെ ഒന്നുമില്ല ഗൈസ്, ഈ ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടേ കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പ്ലെയറാണ്, ഈ 2 പേരെ നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവന്മാരെ തീർക്കുന്നുണ്ട്, ബോഡി ഷോട്ടൊക്കെ അടിച്ച് തീർക്കുന്നുണ്ട്. ബട്ട് നോർമലി പിന്നെ ഒരു എനിമി വന്ന് നേരെ അടിച്ച് ഹെഡ് ഇട്ട് നോക്കിട്ട്, അതൊക്കെ സ്വാഭാവികമാണ് ഗൈസ്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളൊരു വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഹേക്കർ, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ അവളുടെ എനിമീനെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ആ പുള്ളിക്കാരൻ താഴത്തോട്ടാണ് വീണേ, ബട്ട് ആ പുള്ളിക്കാരൻ മേലോട്ട് തന്നെ പോകുന്നുണ്ട്. ആ എനിമിയെ സ്പോട്ടാക്കിയനല്ലോ. അപ്പോൾ നേരെ അവിടെ ചെന്ന് നേരെ ഹെഡും കാര്യങ്ങൾ അടിച്ച് സ്കോഡ് വൈപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പുള്ളിക്കാരൻ ഹേക്കറാണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആ പുള്ളിക്കാരൻ ഹേക്കറാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാര്യങ്ങൾ ഞാൻ സ്ലോ മോഷനിലിട്ട് കാണിച്ചത് സ്ലോ ആയിട്ട് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഫസ്റ്റത്തെ ഷോട്ടല്ല, ഇത് 2ാമത്തെ ഷോട്ടാണ്. അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഒരു എനിമി നേരെ ചാടി വരുന്നുണ്ട്, ബട്ട് ആ പുള്ളിക്കാരെ അടിക്കുന്നുണ്ട്. പക്ഷെ അടിച്ച സമയത്ത് എങ്ങോട്ടാണ് ഫയറിങ് ബുള്ളറ്റ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും ഹെഡും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. എന്ത് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പുള്ളിക്കാരെ പാനലാണോ എന്ത് ഹേക്കാണോ യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ 2ാമത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. നേരെ അവിടെ ഒരു എനിമിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ പുള്ളിക്കാരൻ അവിടെ ഫൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ നേരെ എനിമി ചാടി വന്നു. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരാണെങ്കിൽ ചാടി അടിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നോക്കായി. ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നത്തില്ല ആ പുള്ളിക്കാരൻ ഹേക്കറാണോ അല്ലേന്നൊന്നും. ഇപ്പം നീ കാണാൻ വേണ്ടി കറക്റ്റ് ഹെഡ് ഏകദേശം ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ ആയിട്ട് കൊണ്ടേക്കുന്നത്. അത് ചിലപ്പോൾ ഹെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് കണ്ട വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ, അത് കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിച്ചതെന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഇനിയുള്ള 2 വീഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടത് ആ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ആ പുള്ളിക്കാരൻ ഐസ് എടുക്കുന്ന വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഐസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി സ്ലോ പോലെ കാണിച്ചു തരാം. ആ പുള്ളി നേരെ ചാടി വന്ന് അടിച്ച്, ബട്ട് ആ ഒരു പുള്ളിക്കാരൻ അടിക്കുന്ന എയിം ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ അടിക്കുന്നുണ്ട് ബോഡി, അതിൽ നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് അടിക്കുന്നത്. ബട്ട് ആ ഒരു പുള്ളിക്കാരൻ അവിടെ അടിക്കുമ്പോൾ റെഡ് കത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുള്ളിക്കാരെ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ കേരള കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവർ എല്ലാ സെർവറിലും ഒരുപാട് ഹേക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ആരാന്ന് വെച്ചാൽ വേറെ ആരും ലഗേജ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു പുള്ളിക്കാരൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോക്കണം, ആസിഫ് ഗെയിമിംഗ് എന്നാണ്. ഈ ഒരു പുള്ളിക്കാരൻ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ സെർവറിലെ ടോപ്പ് ലെവൽ പ്ലെയറാണ്. അതായത് ഇന്ത്യൻ സെർവറിൽ നമ്മുടെ CS മാച്ചിലാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ടോപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു സീസണിൽ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ സീസൺ ഇങ്ങോട്ടാണ്ട് ടോപ്പ് പ്ലെയർ ആയിരുന്നു ഈ ഒരു പുള്ളിക്കാരൻ. അത്രയ്ക്കും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പക്ഷേ ഈ ഒരു പുള്ളിക്കാരൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ മറക്കാൻ ഒന്ന് കമൻറ്റ്. ഒരു ഹെഡ് ഷോട്ട് പാനലും കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരൻ ലൈവ് സ്ട്രീമിലും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ കളിക്കാറുണ്ട്. ഇപ്പോൾ ലൈവ് സ്ട്രീമിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതായത് അതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരള കമ്മ്യൂണിറ്റിയെ പറ്റിയാണ്. അപ്പോൾ കേരള കമ്മ്യൂണിറ്റിയിലുണ്ട് ഇതുപോലെ ഒരുപാട് ഗെയിമേഴ്സും കാര്യങ്ങളൊക്കെ. അവരെ പറ്റുന്ന ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ കേരള കമ്മ്യൂണിറ്റിയിൽ ആരുടെയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ ആരെങ്കിലും റിയാക്ഷനും വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മറക്കാവുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുക. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.